സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതോടെ ഉറക്കമില്ലാത്തത് പിണറായിക്കും CPM-നുമാണ്. കാരണം കരിവന്നൂരിൽ കേന്ദ്രമെന്തോ കണക്ക് കൂട്ടുന്നുണ്ട്. സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് കരിവന്നൂരിൽ കേന്ദ്രം കളിക്കാൻ പോകുന്നത്. അത് സുരേഷ് ഗോപിയുടെ മൈലേജ് കൂട്ടാൻ വേണ്ടി തന്നെയാണ്. കരിവന്നൂരിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് CPM-നെ പൊള്ളിക്കുകയാണ്. വാടാനപ്പള്ളിയിലെ ഏങ്ങണ്ടിയൂരിൽ BJP സംഘടിപ്പിച്ച സ്വീകരണ പരിപാടിയിൽ സംസാരിച്ച സുരേഷ് ഗോപി ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞ് നാവ് വായിലേക്കിട്ടില്ല, അതും വളച്ചൊടിച്ച് CPM സൈബർ സഖാക്കൾ ഇറങ്ങിയിട്ടുണ്ട്. ജയിപ്പിച്ചു വിട്ട തൃശൂർക്കാർ അനുഭവിച്ചോ ചെമ്പ് ഗോപി പണി തുടങ്ങിയെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ ചിലത് മാത്രം പ്രചരിപ്പിച്ചാണ് പുതിയ ക്യാപ്സ്യൂൾ ഇറക്കുന്നത്. ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതണ്ട എന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുക എന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിനുള്ള പണം വാങ്ങിയേ പോകൂ എന്ന പ്രസ്താവന മാത്രം ചൊരണ്ടിയെടുത്ത് ബാക്കി മുക്കിയാണ് CPM സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജയിക്കാൻ വേണ്ടി ആരുടെ കാലം പിടിച്ചു നടന്ന ചെമ്പ് ഗോപി ജയിച്ചു കഴിഞ്ഞപ്പോൾ തനിക്കൊണം കാണിച്ചെന്ന. എന്നാൽ ശരിക്കും സുരേഷ് ഗോപി പറഞ്ഞത് ഇങ്ങനെയാണോ? ഉദ്ഘാടനത്തിന് വിളിക്കുന്നവർ MPയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് കരുതേണ്ടെന്നും സിനിമാ നടനായാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തുകയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അതിനുള്ള പണം വാങ്ങിയേ പോകുമെന്നും ഇങ്ങനെ ലഭിക്കുന്ന പണം സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു തൃശൂർ MP. അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ 5 മുതൽ 8% വരെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന തരത്തിൽ ചെലവഴിക്കും. വ്യക്തികൾക്കായിരിക്കില്ല ഇനി താൻ പണം നൽകുക. കണക്കുകൾ നൽകേണ്ടത് കൊണ്ട് 5 മുതൽ 8% വരെ തുക ശമ്പളത്തിൽ നിന്ന് നൽകാനേ കഴിയൂവെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഏതെങ്കിലും ഉദ്ഘാടനത്തിന് MPയെ കൊണ്ടുപോയി ഉദ്ഘാടനം ചെയ്യിപ്പിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട. അവിടെ സിനിമാ നടനായി മാത്രമേ വരികയുള്ളൂ. അതിന് തന്റെ സഹപ്രവർത്തകർ വാങ്ങുന്ന തരത്തിൽ യോഗ്യമായ ശമ്പളം വാങ്ങിയേ പോകൂ. ആ കാശിൽ നിന്ന് നയാ പൈസ എടുക്കില്ല. അത് എന്റെ ട്രസ്റ്റിലേക്ക് പോകുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തൃശൂരിലെ ജനങ്ങളാണ് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചത് എങ്കിൽ ആരുടെയും ഉപദേശം തനിക്ക് ആവശ്യമില്ല. അത് കൃത്യമായി നടത്താനുള്ള ചങ്കൂറ്റമുണ്ടെന്ന് നേരത്തെ തെളിയിച്ചതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അറ്റവും മൂലയും ചുരണ്ടിയെടുത്ത് കേന്ദ്രമന്ത്രിയെ ആക്രമിക്കാൻ ഇറങ്ങിയ സൈബർ സംഘം ഇതോടെ തേഞ്ഞു. ഏതായാലും CPM-നുള്ള പണി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് സുരേഷ് ഗോപി വെച്ചലക്കിയത്. ഈ ദുർഭരണത്തിന് ചങ്ങലപ്പൂട്ടിടണമെന്ന. കരിവന്നൂരിൽ എന്തോ ട്വിസ്റ്റ് നടക്കാൻ പോകുന്നുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ED കരിവന്നൂരിൽ പിടിമുറുക്കുമ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കളത്തിലേക്ക്. കളി കണ്ട് ഗ്യാലറിയിലിരുന്ന് കരയാനാണ് CPM-ന്റെ വിധി. തട്ടിപ്പിനിരയായവർക്കിടയിലേക്ക് ഇറങ്ങുകയാണ് സുരേഷ് ഗോപി. തന്നെ കൈവിടാത്ത തൃശൂർക്കാർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് സുരേഷ് ഗോപി പ്രഖ്യാപിച്ചതാണ് CPM-നെ വിറപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരുമായി ചേർന്ന് കരിവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കടുത്ത എന്തോ നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് സുരേഷ് ഗോപി. കൂടുതൽ CPM നേതാക്കളെ പ്രതിചേർക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. എന്നാൽ അതുക്കും മേലെ ഒരു പണി വരുന്നുണ്ട്. ED ലിസ്റ്റിൽ ചില മന്ത്രിമാരുടെയൊക്കെ പേരുകളുണ്ട്. അനധികൃത വായ്പ അനുവദിക്കാൻ P രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്ന CPM നേതാവിന്റെ തന്നെ മൊഴിയുമുണ്ട്. മന്ത്രി രാജീവിനിട്ടാണോ അണിയറയിൽ നിൽക്കാം? ഒരു വിക്കറ്റ് തെറിക്കാറായി എന്ന സൂചനകൾ വരുന്നു. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായാൽ സുരേഷ് ഗോപിയുടെ മൈലേജ് കൂടും. ജനങ്ങൾ കൂടുതൽ കേന്ദ്രമന്ത്രിയോട് അടുക്കും. കേന്ദ്രമന്ത്രിയുടെ പ്രവർത്തനങ്ങളോട് കൂടുതൽ വിശ്വാസ്യത ജനങ്ങൾക്ക് വരും. CPM-മായി ഒരുപാട് അകന്നു നിൽക്കുകയാണ് ജനങ്ങൾ. ആ വിടവിലൂടെ സുരേഷ് ഗോപി കടന്നു കയറുകയും ചെയ്യും.